ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് പ്രിസർവേഷൻ ഓഫ് ഇൻ്റർവെൽസ് തിയറമാണ് പ്രധാനമായിട്ട് പഠിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നമുക്ക് മറ്റൊരു തിയറം കൂടി പഠിക്കാനുണ്ട്. സോ ആദ്യത്തെ തിയറം നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെറ്റ് ഐ ബി എ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെൽ ആൻഡ് ലെറ്റ് എഫ് ഫ്രം ഐ ടു ആർ be continuous on I, then the set f of I is equal to set of all f of x where x varies over I is a closed bounded interval. Means a continuous function takes a closed bounded interval to another closed bounded interval. So if the domain I is a closed bounded interval and f is continuous on I, then range of f, which is denoted by f of I, is also closed and bounded interval. ഇതാണ് ആദ്യത്തെ തിയറം നമ്മളോട് പറയുന്നത്. സോ ഇത് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്കിവിടെ I എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവൽ ആണ് ആൻഡ് എഫ് ഈസ് എ കണ്ടിന്യൂസ് ഫങ്ഷൻ ഓൺ I. So any continuous function on a closed bounded interval is bounded. Okay, so we can say that by boundedness theorem, f of capital I is bounded. ഒരു ഫംഗ്ഷൻ ബൗണ്ടഡ് ആണ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ റേഞ്ച് സെറ്റ് ബൗണ്ടഡ് ആണെന്നാണ്. സോ എ സെറ്റ് ബൗണ്ടഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ലോവർ ബൗണ്ടും ഉണ്ട് അപ്പർ ബൗണ്ടും ഉണ്ട്. ലോവർ ബൗണ്ട് ഉണ്ടെങ്കിൽ ഇൻഫിമം ഉണ്ട്, അപ്പർ ബൗണ്ട് ഉണ്ടെങ്കിൽ സുപ്രീമം ഉണ്ട്. സോ ലെറ്റ് സ്മോൾ എം ഈക്വൽ ടു ഇൻഫിമം ഓഫ് എഫ് ഓഫ് ക്യാപിറ്റൽ ഐ ആൻഡ് ക്യാപിറ്റൽ എം ഇസ് ഈക്വൽ ടു സുപ്രീമം ഓഫ് എഫ് ഓഫ് ക്യാപിറ്റൽ ഐ. ഓക്കെ, ഇങ്ങനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മാക്സിമം മിനിമം തിയറത്തിൽ നമ്മൾ പ്രൂവ് ചെയ്യുന്നുണ്ട് ഈ സ്മോൾ എം, അതായത് ഇൻഫിമമായിട്ട് വന്നിരിക്കുന്ന ഈ സ്മോൾ എം എന്ന് പറയുന്നത് ഏതോ ഒരു എലമെൻറ്റിൻ്റെ ഇമേജാണ്, ഐയിലുള്ള ആരുടെയോ ഇമേജാണ്. അതുപോലെ തന്നെ ക്യാപിറ്റൽ എമ്മും ഐ എന്ന് പറയുന്ന ഈ ഇൻ്റർവെല്ലിലുള്ള ഏതോ എലമെൻറ്റിൻ്റെ ഇമേജാണ്. So small m is equal to f of a for some a element of I. Similarly, capital M is equal to f of b for some other b element of I. Means any continuous function on a closed bounded interval attains an absolute maximum and absolute minimum in that set itself. Okay, so we can say that this small m is image of somebody. So small m is in the range of f. Similarly, capital M is image of some element. So capital M is also in f of I. Moreover, we know that take any x element of I, f of x will be between small m and capital M, because small m എന്ന് പറയുന്നത് f of capital I യുടെ ലോവർ ലിമിറ്റ് ആണ്, ലോവർ ബൗണ്ട് ആണ്. അതുപോലെ തന്നെ ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് എഫ് ഓഫ് ക്യാപിറ്റൽ ഐയുടെ അപ്പർ ബൗണ്ടാണ്. സോ എനി എഫ് ഓഫ് എക്സ് ഇസ് ഇൻ ലൈസ് ബിറ്റ്വീൻ സ്മോൾ എം ആൻഡ് ക്യാപിറ്റൽ എം. ഓർ വി ക്യാൻ സേ ദാറ്റ് എഫ് ഓഫ് ക്യാപിറ്റൽ ഐ ഈസ് എ സബ്സെറ്റ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവെൽ സ്മോൾ എം ക്യാപിറ്റൽ എം. സോ ഇഫ് ദിസ് ഇസ് സ്മോൾ എം ആൻഡ് ദിസ് ഇസ് ക്യാപിറ്റൽ എം, എല്ലാ എഫ് ഓഫ് എക്സും ഈ രണ്ട് എമ്മുകൾക്കിടയിലാണുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എഫ് ഓഫ് ഐ ഈസ് എ സബ്സെറ്റ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവെൽ സ്മോൾ എം ക്യാപിറ്റൽ എം. അടുത്തതായിട്ട് നമ്മൾ റിവേഴ്സ് ഇനീക്വാലിറ്റി പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. സപ്പോസ് ദിസ് കെ ഈസ് ഇൻ സ്മോൾ എം ക്യാപിറ്റൽ എം, മീൻസ് സ്മോൾ എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എം. Who is small m? It is infimum of f of capital I. So this is less than or equal to small k and this is less than or equal to capital M is supremum of f of I. So കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കൊറോളറി പ്രകാരം നമുക്ക് പറയാം, there exists a point C in I such that k is equal to f of C. സോ നമുക്കിപ്പോൾ എന്ത് പറയാൻ പറ്റി?
k is equal to f of c. So k is image of some element of I. So this means k is an element of f of I. So if we take any k from closed bounded interval small m capital M, that k is in f of I. Therefore closed interval small m capital M is a subset of f of I. Okay. So തൊട്ട് മുമ്പ് നമുക്ക് കിട്ടിയത് എഫ് ഓഫ് ഐ ഈസ് എ സബ്സെറ്റ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ സ്മോൾ എം ക്യാപിറ്റൽ എം. ഇപ്പം നമുക്ക് കിട്ടി ക്ലോസ്ഡ് ഇൻ്റർവൽ സ്മോൾ എം ക്യാപിറ്റൽ എം ഈസ് എ സബ്സെറ്റ് ഓഫ് എഫ് ഓഫ് ഐ. രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എഫ് ഓഫ് ഐ ഈസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റർവൽ സ്മോൾ എം ക്യാപിറ്റൽ എം. ക്ലോസ്ഡ് ഇൻ്റർവൽ സ്മോൾ എം ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവൽ ആണ്. സോ ദാറ്റ് മീൻസ് എഫ് ഓഫ് ഐ ഈസ് എ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവൽ. സോ വെനെവർ എഫ് ഈസ് കണ്ടിന്യൂസ് and I is closed bounded, then we can say that the range of f means f of I is also a closed bounded interval. Now we will note one thing. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് I is equal to closed interval AB is an interval and f from I to R is continuous on I. നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തു എഫ് ഓഫ് ക്യാപിറ്റൽ ഐ എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവൽ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ദിസ് ഡസൻറ്റ് മീൻ ദാറ്റ് എഫ് ഓഫ് ക്യാപിറ്റൽ ഐ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എ എഫ് ഓഫ് ബി. ക്ലോസ്ഡ് ഇൻ്റർവൽ എഫ് ഓഫ് എ എഫ് ഓഫ് ബി. സാധാരണ നമുക്ക് അങ്ങനെ ഒരു ടെൻഡൻസി വരും. അതായത് ഐ എന്ന് പറയുന്നത് എ ബി ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആണെങ്കിൽ എഫ് ഓഫ് ക്യാപിറ്റൽ ഐ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ എഫ് ഓഫ് എ എഫ് ഓഫ് ബി ആയിരിക്കും എന്നൊരു ചിന്ത നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. ബട്ട് ദിസ് ഈസ് റോങ്. നമുക്ക് ഒരു എക്സാമ്പിൾ കാണാം. ഇപ്പോൾ ഈ ഫിഗർ നോക്കാം. ഇതാണ് നമ്മുടെ എ ആൻഡ് ദിസ് ഇസ് ബി. ഓക്കെ. ഇതിൽ ഇപ്പം ഞാൻ എഫ് ഓഫ് എ എഫ് ഓഫ് ബി എന്ന് പറയുന്ന ഈ ഇൻ്റർവെലാണ് എടുക്കുന്നതെങ്കിൽ ദിസ് ഇസ് എഫ് ഓഫ് എ ആൻഡ് ദിസ് ഇസ് എഫ് ഓഫ് ബി. ഇതാണ് ഇൻ്റർവൽ എഫ് ഓഫ് എ എഫ് ഓഫ് ബി എന്ന് പറയുന്നത്. പക്ഷേ ഈ എ ബിയിൽ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഗ്രാഫ് പ്രകാരം ഈ ഫംഗ്ഷൻ്റെ റേഞ്ച് ആയിട്ട് വരിക സ്മോൾ എം ക്യാപിറ്റൽ എം ആണ്. ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റർവൽ എഫ് ഓഫ് എ എഫ് ഓഫ് ബി. ഓക്കെ. സോ ഇങ്ങനെ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ തന്നിരിക്കുന്ന എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് ആൻ ഇൻക്രീസിങ് ഫംഗ്ഷൻ, ദെൻ നമുക്ക് എഫ് ഓഫ് ഐ ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റർവൽ എഫ് ഓഫ് എ എഫ് ഓഫ് ബി എന്ന് കിട്ടും. അല്ലാത്ത സ്ഥലങ്ങളിലൊന്നും ഈ പറയുന്ന കാര്യം ശരിയാവില്ല. എഫ് ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്കിത് കിട്ടും, അല്ലെങ്കിൽ ഇത് കിട്ടില്ല. ഓക്കെ. സോ ദിസ് ഡസ് നോട്ട് ഇംപ്ലൈ ദാറ്റ് എഫ് ഓഫ് ഐ ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റർവൽ എഫ് ഓഫ് എ എഫ് ഓഫ് ബി. അടുത്തതായിട്ട് നമ്മൾ പ്രിസർവേഷൻ ഓഫ് ഇൻ്റർവെൽസ് തിയറത്തിലേക്ക് കടക്കുകയാണ്. പ്രിസർവേഷൻ മീൻസ് വി ആർ പ്രിസർവിങ് സംതിങ്. സോ എന്താണ് പ്രിസർവേഷൻ ഓഫ് ഇൻ്റർവെൽസ് തിയറം എന്ന് വെച്ചാൽ, ലെറ്റ് ഐ ബി ആൻ ഇൻ്റർവെൽ ആൻഡ് എഫ് ബി എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ ഐ, ദെൻ the set f of I, range of f, is an interval. Continuous functions maps intervals to intervals. ഒരു ഇൻ്റർവെലിൻ്റെ ഇമേജ് ഇവിടെ ക്ലോസ്ഡ് ബൗണ്ടഡ് തുടങ്ങിയ ഒരു കണ്ടീഷനും ഇല്ല. ഐ ഈസ് സം ഇൻ്റർവെൽ ആൻഡ് എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ഐ, ദെൻ ദ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എഫ് മാപ്സ് ദ ഇൻ്റർവെൽ ഐ ടു അനദർ ഇൻ്റർവെൽ എഫ് ഓഫ് ഐ. സോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എഫ് ഓഫ് ഐ ഈസ് ആൻ ഇൻ്റർവെൽ എന്നാണ്. എഫ് ഓഫ് ഐ ഇൻ്റർവെൽ ആണ് എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ക്യാരക്ടറൈസേഷൻ ഓഫ് ഇൻ്റർവെൽസ് എന്നുള്ള തിയറമാണ്. ആ തിയറം നമ്മളോട് എന്താണ് പറയുന്നത്? ലെറ്റ് എസ് ബി എ സബ്സെറ്റ് ഓഫ് ആർ. എക്സ് ആൻഡ് വൈ ആർ എലമെൻറ്റ്സ് ഓഫ് എസ് വിത്ത് എക്സ് ലെസ് ദാൻ വൈ. If this implies the interval xy, closed interval xy subset of S for any x and y in S with x less than y, then we say that S is an interval.
അതായത് 2 എലമെൻറ്റ്സ് എങ്കിലുമുള്ള ഒരു സെറ്റാണ് ക്യാപിറ്റൽ എസ് എന്ന് കരുതുക. അതിലെ ഏത് 2 എലമെൻറ്റ് എക്സും വൈയും എടുത്താലും വിത്ത് എക്സ് ലെസ് ദാൻ വൈ, ഇഫ് ദ ക്ലോസ്ഡ് ഇൻ്റർവൽ എക്സ് വൈ ഈസ് കണ്ടെയ്ൻഡ് ഇൻ എസ്, ദെൻ വി സേ ദാറ്റ് എസ് ഈസ് ആൻ ഇൻ്റർവൽ. നമ്മൾ ബേസിക് മാത്തമാറ്റിക്കൽ അനാലിസിസിൽ പഠിച്ചിരിക്കുന്ന ഒരു റിസൾട്ടാണിത്, ക്യാരക്ടറൈസേഷൻ ഓഫ് ഇൻ്റർവെൽസ്. ഇതാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. സോ എസിൻ്റെ സ്ഥാനത്ത് ഇവിടെ നമ്മുടെ കയ്യിലുള്ളത് എഫ് ഓഫ് ഐ എന്ന് പറയുന്ന സെറ്റാണ്. സോ ഐ ആം ടേക്കിംഗ് 2 എലമെൻറ്റ്സ് ആൽഫ ആൻഡ് ബീറ്റ ഫ്രം എഫ് ഓഫ് ഐ വിത്ത് ആൽഫ ലെസ് ദാൻ ബീറ്റ. ഓക്കെ, സോ ലെറ്റ് ആൽഫ ആൻഡ് ബീറ്റ എലമെൻറ്റ് ഓഫ് എഫ് ഓഫ് ഐ വിത്ത് ആൽഫ ലെസ് ദാൻ ബീറ്റ. ദെൻ if something is in f of I, alpha is in f of I means alpha is the image of some element of I. So there exists some A in I such that alpha is equal to f of A. അതുപോലെ ബീറ്റ എലമെൻറ്റ് ഓഫ് എഫ് ഓഫ് ഐ ആണ്, മീൻസ് ദർ ഈസ് സം ബി ഇൻ ഐ സച്ച് ദാറ്റ് ബീറ്റ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ബി. സോ നൗ വി ഹാവ് ആൽഫ ഈക്വൽ ടു എഫ് ഓഫ് എ ആൻഡ് ബീറ്റ ഈക്വൽ ടു എഫ് ഓഫ് ബി. Okay, further, by Bolzano's intermediate value theorem, we can say that whenever k is in closed interval alpha beta, or if f of a alpha is f of a less than or equal to k less than or equal to f of b, which is beta, then there exists some c between a and b such that f of c equal to k. Bolzano's intermediate value theorem നമ്മളോട് ഇതാണ് പറയുന്നത്. സോ ഇവിടെ ഇപ്പം നമുക്ക് if k is in closed interval alpha beta, we have f of a less than or equal to k less than or equal to f of b. Then by Bolzano's intermediate value theorem, we can say that there is some c in I such that f of c is equal to k. So k is equal to f of c. c എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ഇമേജ് ആണ് k. സോ ഈ k എന്ന് പറയുന്നത് f of iയിലുണ്ട്. എനിത്തിങ് ഓഫ് ദ ഫോം f of x ഈസ് ഇൻ f of i. ഇവിടെ ഇത് k എന്ന് പറയുന്നത് f of c ഫോമിലാണുള്ളത്. സോ ഇറ്റ് ഈസ് ഇൻ f of i. സോ നമുക്കിപ്പോൾ എന്താണ് കിട്ടിയത്? If alpha and beta are from f of I with alpha less than beta, then k element of closed interval alpha beta implies k is an element of f of I എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത്. ക്ലോസ്ഡ് ഇൻ്റർവൽ ആൽഫ ബീറ്റയിലുള്ള എല്ലാവരും എഫ് ഓഫ് ഐയിലുണ്ട് എന്ന് വെച്ചാൽ ദിസ് ഇംപ്ലൈസ് ക്ലോസ്ഡ് ഇൻ്റർവൽ ആൽഫ ബീറ്റ ഈസ് എ സബ്സെറ്റ് ഓഫ് എഫ് ഓഫ് ഐ. സോ വെനെവർ ആൽഫ ആൻഡ് ബീറ്റ ഈസ് ഇൻ എഫ് ഓഫ് ഐ വിത്ത് ആൽഫ ലെസ് ദാൻ ബീറ്റ, ക്ലോസ്ഡ് ഇൻ്റർവൽ ആൽഫ ബീറ്റ സബ്സെറ്റ് ഓഫ് എഫ് ഓഫ് ഐ. ഓക്കെ, സോ വി ക്യാൻ സേ ദാറ്റ് by characterization theorem for intervals, this f of I is an interval. So whenever I is an interval and f is a continuous function, the image of I under f means f of I is also an interval. This is preservation of intervals theorem. Means continuous functions preserves intervals. ഇൻ്റർവെല്ലിലേക്ക് മാത്രമേ കണ്ടിന്യൂസ് ഫങ്ഷൻസ് കൊണ്ടുപോവുള്ളൂ. സോ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. പ്രിസർവേഷൻ ഓഫ് ഇൻ്റർവെൽസ് തിയറം നമ്മളോട് പറയുന്നത് കണ്ടിന്യൂസ് ഫങ്ഷൻസ് പ്രിസർവ്സ് ഇൻ്റർവെൽസ് എന്ന് മാത്രമാണ്. ഒരു ഇൻ്റർവെല്ലിൻ്റെ ഇമേജ് വേറെ ഒരു ഇൻ്റർവെൽ ആയിരിക്കും എന്ന് മാത്രമേ തിയറം പറയുന്നുള്ളൂ. Continuous functions will not preserve the nature of interval. ഇൻ്റർവെല്ലിൻ്റെ നേച്ചർ പ്രിസർവ് ചെയ്യണമെന്നില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, സപ്പോസ് എഫ് ഫ്രം ഐ ടു ആർ ബി എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ ദ ഇൻ്റർവെൽ ഐ. ഓക്കെ, എഫ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. സപ്പോസ് ഐ ഈസ് എ ബൗണ്ടഡ് ഇൻ്റർവെൽ. എഫ് ഓഫ് ഐ ഒരു ഇൻ്റർവെൽ ആണ്, പക്ഷേ അത് ബൗണ്ടഡ് ഇൻ്റർവെൽ ആവണമെന്നില്ല.
I is bounded need not imply that f of I is a bounded interval. ബൗണ്ടഡ് ഇൻ്റർവെൽസിനെ ബൗണ്ടഡ് ഇൻ്റർവെൽസിലേക്ക് കൊണ്ടുപോകും എന്ന് പറയാൻ പറ്റില്ല. ഇൻ്റർവെല്ലിൻ്റെ ഇമേജ് ഇൻ്റർവെൽ ആയിരിക്കുമെന്ന് മാത്രം. ഇത് നമുക്കൊരു എക്സാമ്പിൾ കാണാം. ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഇൻ്റർവെല്ലിനെ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ബൗണ്ടഡ് അല്ലാത്ത മറ്റൊരു ഇൻ്റർവെല്ലിലേക്ക് കൊണ്ടുപോകുന്ന ഒരു എക്സാമ്പിൾ നമുക്കിവിടെ കാണാം. സപ്പോസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x. ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലാത്ത ഒരൊറ്റ പോയിൻ്റേ ഉള്ളൂ, എക്സ് ഈക്വൽ ടു 0. സോ ഞാൻ ആ പോയിൻറ്റിനെ ഒഴിവാക്കിക്കൊണ്ട് ഇവിടെ ഡൊമെയിൻ എടുക്കുകയാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/xൻ്റെ ഡൊമെയിനായിട്ട് ഞാൻ ഇവിടെ എടുക്കുന്നത് ഓപ്പൺ ഇൻ്റർവൽ 0-1 ആണ്. സോ ദിസ് ഈസ് എ ബൗണ്ടഡ് ഇൻ്റർവൽ. ഓപ്പൺ ഇൻ്റർവൽ 0-1 ഈസ് എ ബൗണ്ടഡ് ഇൻ്റർവൽ. നൗ വാട്ട് വിൽ ബി എഫ് ഓഫ് ഐ? ഓപ്പൺ ഇൻ്റർവൽ 0-1നെ 1/x എന്ന് പറയുന്ന ഫംഗ്ഷൻ എങ്ങോട്ടാണ് കൊണ്ടുപോകുക? നമുക്കറിയാം എന്താണ് എഫ് ഓഫ് എക്സിൻ്റെ ഗ്രാഫ് എന്നുള്ളത്. സോ ദിസ് ഇസ് 0, ഇതാണ് 1 എന്ന് കരുതുക. എഫ് ഓഫ് 1 ഇസ് 1. ദെൻ ഇങ്ങനെയാണ് നമുക്ക് ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഉണ്ടാവുക. ഓക്കെ, 1/2 വിൽ ബി മാപ്ഡ് ടു 2. ദെൻ ആസ് എക്സ് കംസ് ടു 0, എഫ് ഓഫ് എക്സ് വിൽ ഗോ ടു +∞. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഓപ്പൺ ഇൻ്റർവൽ 0-1ൻ്റെ ഇമേജ് എന്ന് പറയുന്നത് ഓപ്പൺ 1∞ എന്നുള്ളതായിരിക്കും. ദിസ് ഈസ് ആൻ ഇൻ്റർവൽ, but it is an unbounded interval. So continuous functions will not preserve boundedness of the interval. It will preserve interval but will not preserve boundedness of the interval. ഇനി അടുത്ത എക്സാമ്പിൾ കാണാം. കണ്ടിന്യൂസ് ഫംഗ്ഷൻ വീണ്ടും it will not preserve the nature of interval. Again I am assuming that f is a continuous function on the interval I. I അൺബൗണ്ടഡ് ആണ് എന്ന് കരുതുക. ദാറ്റ് നീഡ് നോട്ട് ഇംപ്ലൈ ദാറ്റ് എഫ് ഓഫ് ഐ ഈസ് ആൻ അൺബൗണ്ടഡ് ഇൻ്റർവൽ. നേരത്തെ ഞാൻ പറഞ്ഞു ഐ ബൗണ്ടഡ് ആയതുകൊണ്ട് എഫ് ഓഫ് ഐ ബൗണ്ടഡ് ആവണമെന്നില്ല. ഇപ്പം ഞാൻ പറയുന്നു ഐ അൺബൗണ്ടഡ് ആയതുകൊണ്ട് എഫ് ഓഫ് ഐയും അൺബൗണ്ടഡ് ആവണമെന്നില്ല. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ എടുക്കുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് എന്ന് കരുതുക. നമുക്കറിയാം സൈൻ എക്സിൻ്റെ ഗ്രാഫ് എങ്ങനെയാണെന്നുള്ളത്. സപ്പോസ് ദിസ് ഇസ് 0, π/2, then pi, then you have 3π/2, then 2π. ഇങ്ങനെ നമുക്ക് സൈൻ എക്സിൻ്റെ ഗ്രാഫ് എന്താണെന്ന് നോക്കാം. ദിസ് വിൽ ബി, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും, ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. സോ വി നോ ദാറ്റ് ദ മാക്സിമം വാല്യൂ ഓഫ് സൈൻ എക്സ് ഇസ് +1 ആൻഡ് ദ മിനിമം വാല്യൂ ഓഫ് സൈൻ എക്സ് ഇസ് -1. വി നോ ദാറ്റ്. So here I am taking the domain as open interval -∞. This is full real line. I am taking the domain as full real line. This is not a bounded interval, which is an unbounded interval. Okay, this is an unbounded interval, but its image ഓപ്പൺ ഇൻ്റർവൽ -∞യുടെ സൈൻ എക്സിലുള്ള ഇമേജ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ -1 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ അൺബൗണ്ടഡ് ഇൻ്റർവെല്ലിനെ ബൗണ്ടഡ് ഇൻ്റർവെല്ലിലേക്ക് മാപ്പ് ചെയ്യുന്നു. ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ അൺബൗണ്ടഡ് ഇൻ്റർവെൽസിനെ ബൗണ്ടഡ് ഇൻ്റർവെൽസിലേക്ക് മാപ്പ് ചെയ്തേക്കാം. ഉറപ്പായിട്ടും ചെയ്യും എന്നല്ല പറയുന്നത്. സോ ഡൊമെയിൻ അൺബൗണ്ടഡ് ആയതുകൊണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ റേഞ്ചും അൺബൗണ്ടഡ് ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ബൗണ്ടഡ്നെസ്സിൻ്റെ കേസും. നെക്സ്റ്റ് നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ഐ എന്ന് പറയുന്നത് ഒരു ഓപ്പൺ ഇൻ്റർവെൽ ആണ് എന്ന് കരുതുക. ദാറ്റ് നീഡ് നോട്ട് ഇംപ്ലൈ ദാറ്റ് എഫ് ഓഫ് ഐ ഈസ് ആൻ ഓപ്പൺ ഇൻ്റർവെൽ. നമ്മൾ പ്രിസർവേഷൻ ഓഫ് ഇൻ്റർവെൽസ് തിയറത്തിന് തൊട്ട് മുമ്പ് പഠിച്ച റിസൾട്ട് എന്താണ്? ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെൽസിനെ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെൽസിലേക്ക് തന്നെ മാപ്പ് ചെയ്യും. പക്ഷേ ഓപ്പൺ ഇൻ്റർവെൽസിനെ മാപ്പ് ചെയ്യുന്നത് ഓപ്പൺ ഇൻ്റർവെൽസിലേക്ക് തന്നെ ആവണം എന്ന് നിർബന്ധമില്ല. ഫോർ എക്സാമ്പിൾ, ഐ എം ടേക്കിംഗ് ദ സെയിം ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ആൻഡ് ഐ എം കൺസിഡറിങ് ദ ഡൊമെയിൻ ആസ് -2π. ഇതൊരു ഓപ്പൺ ഇൻ്റർവെലാണ്. ഇവിടെയും നമുക്ക് ഇമേജായിട്ട് വരാൻ പോകുന്നത് ക്ലോസ്ഡ് ഇൻ്റർവെൽ -1 ആണ്, വിച്ച് ഇസ് നോട്ട് ആൻ ഓപ്പൺ സെറ്റ്. സോ എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ മേ മാപ്പ്
ഓപ്പൺ സെറ്റ്സ് ടു ക്ലോസ്ഡ് സെറ്റ്സ്. ഓക്കെ, സോ ഓപ്പൺ സെറ്റുകളിലേക്ക് തന്നെ മാപ്പ് ചെയ്യും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഓപ്പൺ ഇൻ്റർവെൽസിലേക്ക് തന്നെ മാപ്പ് ചെയ്യും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഉറപ്പായിട്ട് പറയാൻ പറ്റുന്ന കാര്യം ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെൽസിലേക്ക് മാപ്പ് ചെയ്യും, ഇൻ്റർവെൽസിലേക്ക് മാപ്പ് ചെയ്യും, ബട്ട് ഇറ്റ് മേ നോട്ട് പ്രിസർവ് ദ നേച്ചർ ഓഫ് ഇൻ്റർവെൽ.